പിന്നെ ഘട്ടമെല്ലാം കഴിഞ്ഞു പോയി. സോ ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിനെ നവാക്കി പറയും, സെവന്ത് ഹോക്കാക അദ്ദേഹം നിന്നെ എവിടേക്ക് അയച്ചോ അവിടേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കും. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് വില്ലേജ് കാണിക്കും. വില്ലേജ് ആണെങ്കിൽ മുഴുവനായിട്ട് തകർന്ന് കിടക്കുകയാണ്. ഉടനെ ബാറൂട്ടോ അവന്റെ ഹെഡ് ബാൻഡ് എടുത്ത് കെട്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഉടനെ അവന്റെ ഒരു കണ്ണ് അതങ്ങനെ ഫൈറ്റ് ചെയ്യും. കട്ട് ചെയ്താ വർഷങ്ങൾക്ക് മുൻപ് ബാറൂട്ടോയുടെ ചെറുപ്പകാലാണ് കാണിക്കുക. ബാറൂട്ടോയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിക്കഡ ആക്ച്വലി ഷിക്കമരുവിന്റെ മകനാണ്. അവർ രണ്ടുപേരും വമ്പ സ്പീഡില് എവിടേക്ക് ഓടാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയും ഷിക്കമരുവും. ഇപ്പൊ നമ്മുടെ നറൂട്ടോ അവൻ ലീഫ് വില്ലേജിലെ സെവന്ത് ഹൊക്കാഗെയാണ്. ഷിക്കമരുവും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പോ നറൂട്ടോയുടെ മാൻഷനിലേക്ക് വരും. ഷിക്കമരു ഒരുപാട് ഫയൽസ് ഇപ്പൊ നറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. എൻട്രൻസ് സെറമണിക്ക് വേണ്ടിയുള്ള ലെറ്റേഴ്സ് ആണ്. ഇതിൽ മുഴുവൻ നിങ്ങൾ സൈൻ ചെയ്യണം. അത് കണ്ട് നറൂട്ടോ അവന്റെ കാറ്റ് പോയി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ബോറൂട്ടോയെ കാണിക്കും. അവനും ഷിക്കമരുവും അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി ഒരു ട്രെയിനിന്റെ മുകളിൽ കയറിയിരുന്ന് ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കഡോ പറയും, ഞാൻ എപ്പോഴും നിന്റെ പിന്നാലെ തന്നെയാണ് ബോറൂട്ടോ. ഇങ്ങനെ നടന്ന ഞാനും നിന്നെ പോലെ ഒരു കുരുത്തം കെട്ട ചെക്കനാവും. അതിന് ബോറൂട്ടോ ചിരിക്കും. ബോറൂട്ടോയ്ക്കാണെങ്കിൽ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടാവും. അപ്പോഴായിരിക്കും ഷിക്കഡോ ചോദിക്കുക, നാളെ അക്കാദമിയിൽ പോവാൻ നീ റെഡിയായോ? അത് കേട്ട് ബോറൂട്ടോ അവൻ ഷോക്കാവും. നീ എന്താ പറയണേ? നാളെയാണോ അക്കാദമി ഓപ്പൺ ആവുന്നത്? അത് ഷിക്കഡോ പറയും, അതെ. നിന്റെ പപ്പ ഇതിനെ കുറിച്ചൊന്നും നിന്നോട് പറഞ്ഞില്ലേ? അതിന് ബോറൂട്ടോ പറയും, എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അതിന് ഷിക്കഡോ, നിന്റെ മറവിക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബർഗർ എടുത്ത് ബോറൂട്ടോയുടെ വായിൽ തള്ളി കയറ്റി ആ ലൈനിൽ തൂങ്ങി നിൽക്കും. നമ്മുടെ ബോറൂട്ടോ കൂട്ടനാണെങ്കിൽ അവന്റെ പപ്പയുടെ സ്റ്റാച്യു അതങ്ങനെ നോക്കും. പപ്പ പറയുന്ന പോലൊന്നും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അങ്ങനെ അവൻ കാര്യമായിട്ട് ഫ്രീഡത്തെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, നീയൊക്കെ ഏതാ? നീ എന്തിനാ ട്രെയിനിന്റെ മുകളിൽ കയറിയേ? ഇറങ്ങിപ്പോ. അത് കേട്ട് ബോറൂട്ടോ അവൻ പേടിച്ച് താഴേക്ക് എടുത്തു ചാടും. കട്ട് ചെയ്താ ഇപ്പൊ സിറ്റിയില് ഡെങ്കി എന്ന പേരുള്ള ഒരു റിച്ച് പയ്യൻ. അവനാണെങ്കിൽ ഒരുപാട് വികൃതി കുട്ടികൾ ചേർന്ന് റാഗിയാണ്. അവന്റെ കയ്യിലുള്ള പണം, അച്ച് എന്നിങ്ങനെയെല്ലാം അവര് പിടിച്ചു മേടിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ബോറൂട്ടോ അവൻ അവിടേക്ക് ചാടി വീണ് ആ വില്ലന്മാര് പിള്ളേരെ അവര് 3 പേരെയും തല്ലി ഓടിക്കും. രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ 3 പേര് അവരുടെ 3 ഫ്രണ്ട്സിനെ കൂട്ടി അവിടേക്ക് വരിക. കെട്ടിന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബോറൂട്ടോ കൂട്ടൻ അവനാണെങ്കിൽ ഡെങ്കിയുടെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇപ്പൊ സേഫായ ഒരു സ്ഥലത്തേക്ക് വരും. ബറൂട്ടോ ചോദിക്കും, നീ ഓക്കെ അല്ലേ? അത് ഞാൻ പറയും, ഇന്ന് ഞാൻ ഓക്കെയാണ്, പക്ഷെ നാളെ ഉറപ്പായിട്ടും അവർ വീണ്ടും എന്നെ ഇതുപോലെ തന്നെ ചെയ്യും. ഉടനെ ബറൂട്ടോ അവനിപ്പോ അവനെ കൂട്ടി മുൻപോട്ട് നടക്കും. നീ ആക്ച്വലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളല്ലേ? നിനക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ചാലെന്താ? അയ്യോ ഇല്ല, എനിക്ക് അത്രയും പവറൊന്നുമില്ല. എനിക്ക് നെഞ്ചിപ്സും ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ നിഞ്ച അക്കാദമിയിൽ ചേരാണ്. ഉടനെ ബോറൂട്ടോയും പറയും, ഞാനും നാളെ അക്കാദമിയിൽ ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ക്യാഷ്വലായി സംസാരിച്ച് മുൻപോട്ട് നടക്കും. ഉടനെ ഡെങ്കി അവൻ പറയും, എനിക്ക് ആക്ച്വലി അക്കാദമിയിലേക്ക് പോകാനൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്റെ പപ്പയാണ് നിർബന്ധിച്ച് എന്നെ ഇവിടേക്ക് അയക്കുന്നത്. ഒരുപക്ഷെ നീ കേട്ട് കാണും, ക്യാമിനാരി എന്നാണ് എന്റെ കമ്പനിയുടെ പേര്. അത് കേട്ട് ബോറൂട്ടോ അവൻ ഷോക്കാവും. വാവ്, കാമിനാരി കമ്പനി, അതാണ് ഈ വില്ലേജിൽ വെച്ച് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള അടിപൊളി കമ്പനി. അത്രയും വലിയ കമ്പനിയുടെ ഓണർ ആയിട്ടാണോ ഈ നിഞ്ച അക്കാദമിയിലേക്ക് പോകുന്നത്? അത് കേട്ടവൻ തല താഴ്ത്തി അങ്ങനെ നടക്കും. ബോറൂട്ടോ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് എന്റെ പപ്പയെ ഒട്ടും പേടിയില്ല. പപ്പ പറയുന്നത് ഞാൻ കേൾക്കാറ് പോലുമില്ല. ഉടനെ ബോറൂട്ടോ അവൻ ഡെങ്കിയുടെ വാച്ചിലെ സമയം കണ്ട് ഞെട്ടും. ഓ മൈ ഗോഡ്, ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. വീട്ടിലെത്തിയ ഉറപ്പായിട്ടും അമ്മ എന്നെ വഴക്കു പറയുന്നു പറഞ്ഞ് ഡെങ്കിയുടെ ടാറ്റാ ബൈബി ഒക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരും. കട്ട് ചെയ്താ ഇപ്പൊ വീട്ടിലെത്തിയ ബൊറൂട്ടോയെ കാത്ത് ഹിനട്ട അമ്മ. അവൾ വമ്പ കൽപ്പില് അവനോട് പറയും, ബൊറൂട്ടോ നിനക്ക് വേണ്ടി എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ബൊറൂട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ അകത്തേക്ക് കയറി വരും. അവന്റെ കുഞ്ഞനുജത്തി അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് ഫുഡ് കഴിക്കും. ഹിനട്ട ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നീയും നിന്റെ പപ്പയെ പോലെ വലിയൊരാളായി മാറണം. അദ്ദേഹം ഈ ഗ്രാമത്തിന് വളരെ വിലപ്പെട്ട ഒന്നാണ്. അതിന് ബൊറൂട്ടോ ടെൻഷനായിട്ട്, എനിക്ക് കേൾക്കണ്ട, ഒക്കാകെ ആയതിനു ശേഷം
പപ്പ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വന്നിട്ടില്ല. അതിന് ഹിനട്ട പറയും, നിന്റെ പപ്പ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗെയാണ്, അദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉടനെ ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് അമ്മയെ നോക്കും. ഇപ്പോഴാണെങ്കിൽ ഇവിടെ യുദ്ധമില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ പപ്പയ്ക്ക് മാത്രം ഫുൾ ടൈം തിരക്കാണ്. വീട്ടിൽ പോലും വരാൻ സമയം കണ്ടെത്തുന്നില്ല. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി വാതിൽ വലിച്ചടച്ച് കിടന്നുറങ്ങും. കട്ട് ചെയ്താ ഇവിടെ ഡെങ്കി അവനവന്റെ പപ്പയോട് പറയും, പപ്പ എന്നെ കൊണ്ട് ഒരിക്കലും അക്കാദമിയിലേക്ക് പോകാനോ ഒരു നിഞ്ച ആവാനോ സാധിക്കില്ല. അതിനവന്റെ പപ്പ അവനെ അടിച്ചു താഴിട്ട് അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഇന്ന് നിന്നെ ഒരുപാട് പേര് ചേർന്ന് റാഗ് ചെയ്തില്ലേ? നീ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അവർ നിന്റെ മെക്കെട്ട് കയറിയത്. നീ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചതാ. സ്ട്രോങ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നീ അക്കാദമിയിലേക്ക് പോകണം. പറയും, ഇന്ന് നിന്നെ ഒരുപാട് പേര് ചേർന്ന്